ദൈവകൃപയാൽ പൂരിതമാകുവാൻ വിളിക്കപ്പെട്ട ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള വാക്യങ്ങളാണ്. എലിസബത്ത് സ്നാപക യോഹന്നാന് ജന്മമേകുന്നു. 4 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. യേശുനാഥൻ്റെ തിരുപ്പിറവിയുടെ തിരുനാളിൻ്റെ ഏറ്റവും അരികെയാണ് നാം നിലകൊള്ളുന്നത്. ഒന്നാമതായി, ദൈവജനനത്തിൻ്റെ ചരിത്രത്തിൽ സ്നാപക യോഹന്നാൻ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന ദൗത്യം മുന്നേ പോകുക, മുന്നിൽ നിന്ന് നയിക്കുക എന്നൊക്കെയാണ്. വഴിയൊരുക്കുക, വഴിയാവുക എന്നൊക്കെയുമാണ്. ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, പ്രീകേഴ്സർ എന്നാണ് സ്നാപക യോഹന്നാൻ അറിയപ്പെടുന്നത്. ഒരു പ്രത്യേക രാസപ്രവർത്തനത്തിന് വേണ്ടി ഒരു രാസപദാർത്ഥം നിർമ്മിക്കുന്നതിനോ കണ്ടുപിടിക്കുന്നതിനോ വേണ്ടിയുള്ള സംയുക്തം പോലെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം. പ്രീകേഴ്സർ എന്നത് അത് ഒരു പ്രക്രിയയാണ്. ഒന്ന് ഉണ്ടാകുവാൻ വേണ്ടി മറ്റൊന്ന് അതിന് വളമായി തീരുന്നത് പോലെയുള്ള ഒരു പ്രക്രിയ. ആ വാക്കിന് ഡിക്ഷണറിയിലുള്ള അർത്ഥം മലയാള നിഘണ്ടുവിൽ മുൻഗാമി എന്നാണ്. അങ്ങനെയെങ്കിൽ സ്നാപക യോഹന്നാൻ ക്രിസ്തു സ്നേഹത്തിൻ്റെ, ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രീകേഴ്സർ ആണ്. സ്നാപകനിലൂടെ ക്രിസ്തു ഈ ഭൂമിയിൽ രൂപമാകുവാൻ കാരണമായിത്തീർന്നു. സ്നാപകൻ ക്രിസ്തു ജനനത്തിൻ്റെ ഒരു സംയുക്തമാണ്. ക്രിസ്തുവിന് മുന്നേ പോയി ക്രിസ്തുവിനെ പ്രഘോഷിക്കുക. സ്നാപകന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേക പ്രാധാന്യമുള്ളതാണ്. നാം സ്വീകരിച്ച മാമോദിസയിലൂടെ നമ്മളും ക്രിസ്തുവിൻ്റെ പ്രീകേഴ്സറായി മാറുവാൻ വിളിക്കപ്പെട്ടവരാണ്. 2, വ്യക്തിപരമായും സാമൂഹികമായും നാം ഒരു ക്ഷണവും സന്ദേശവും നൽകുവാൻ വിളിക്കപ്പെട്ടവരാണ്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അനുഭവം പങ്കുവയ്ക്കാനാണ്. നമ്മുടെ വിശ്വാസബോധ്യത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും നാം നൽകുന്ന അടയാളങ്ങൾ സുവിശേഷത്തിന് നാം നൽകുന്ന അർത്ഥവും ആഴവുമാണ്. മനനം ചെയ്യേണ്ടത് എൻ്റെ ജീവിതത്തിലൂടെ എന്ത് സന്ദേശമാണ് ഞാൻ നൽകുന്നത് എന്ന് തന്നെ. 3, ക്രിസ്തു കടന്നുവരവിൻ്റെ ഒരുക്കത്തിൻ്റെ ഒരു പ്രത്യേക സംഭവമാണ് സ്നാപക ജനനം. എലിസബത്തിൻ്റെ ഭവനത്തിൽ ബത്ലഹത്തിലേക്ക് നാം പോകുന്നതിന് മുൻപ് നാം ഒന്ന് പ്രവേശിക്കേണ്ടതുണ്ട്. വന്ധ്യയായിരുന്ന എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു അത്ഭുത പുത്രന് ജന്മം ഏകിയിരിക്കുന്നു. അവളെ നോക്കിയവർ, വാർദ്ധക്യ ജടാനരകൾ ബാധിച്ച സക്രിയാസിനെ നോക്കിയവർ, ഉണ്ണി സ്നാപകനെ നോക്കിയവർ സത്യത്തിൽ നോക്കിയത് ദൈവത്തെയായിരുന്നു. അവരെല്ലാം ദൈവത്തിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. ക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുവാനുള്ള അനുയോജ്യമായ ഭവനമാണ് സക്രിയാസിൻ്റേത്. 4, എലിസബത്ത് ദൈവത്തിൻ്റെ സമയത്താണ് കുഞ്ഞിന് ജന്മമേകിയത്. ദൈവത്തിന് അവളെക്കുറിച്ചുള്ള ദൈവീക പദ്ധതിയുടെ സമയവും ദൈവത്തിന് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുവാനുള്ള സമയവും ഏകദേശം ഒന്നായിരുന്നു. നമ്മുടെ ജീവിത പ്രാർത്ഥനകൾ സമ്പൂർണമാകുന്നത് ദൈവത്തിൻ്റെ സമയത്താണ്. ദൈവത്തിന് വഴി ഒരുക്കിയ സ്നാപകൻ ക്രിസ്തുവിനെ ആ വഴിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതവും സമ്പൂർണമാകുന്നത് നമ്മിലേക്ക് ക്രിസ്തു ആനയിക്കപ്പെടുമ്പോഴും മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ നാം ആനയിച്ച് കൊണ്ടുപോകുമ്പോഴുമാണ്. നമ്മെയും ആ വഴിയിലേക്ക് സ്നാപകൻ ക്ഷണിക്കുകയാണ്. യോഹന്നാൻ എന്ന് അവന് പേരിടണമെന്ന് മാലാഖ സക്രിയാസിനോട് പറഞ്ഞു. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം യോഹന്നാൻ എന്ന ഹീബ്രു നാമമാണ്. ഗ്രേസ്ഡ് ബൈ ഗോഡ്, ദൈവത്താൽ മഹത്വീകൃതനായവൻ, കൃപയാൽ നിറയപ്പെട്ടവൻ എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉണ്ണി സ്നാപകൻ്റെ വീട്ടിലേക്ക്
ഈ വാർദ്ധക്യ ദമ്പതികളായ സക്രിയാസിൻ്റെയും എലിസബത്തിൻ്റെയും വീട്ടിലേക്ക് നാം പോകേണ്ടതിൻ്റെ ആവശ്യകത, അവനിലൂടെ, ആ ഉണ്ണിസ്നാപകനിലൂടെ നാം ദൈവത്താൽ മഹത്വീകരിക്കപ്പെടുവാൻ ബത്ലഹേത്തിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. എവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കരുതുന്നവൻ, കാക്കുന്നവൻ, തൻ സ്നേഹം വലിയത്. കരുതുന്നവൻ, കാക്കുന്നവൻ, തൻ സ്നേഹം വലിയത്. അങ്ങേനിക്കായി ഭൂവിൽ അവതരിച്ചു, അങ്ങേനിക്കായി ക്രൂശിൽ ജീവൻ നൽകി, അങ്ങേനിക്കായി മരണത്തെ തകർത്തെറിഞ്ഞു. നീയെ പരിശുദ്ധൻ, പരിശുദ്ധനേ, പരിശുദ്ധനേ. നീയെ ദൈവത്തിൻ്റെ ഏകപുത്രൻ, പരിശുദ്ധനേ. നീയെ ദൈവത്തിൻ്റെ ഏകപുത്രൻ. ഉറ്റവർ ദൂരേക്കു മാഞ്ഞുപോയി, ഭയത്തിൻ നിഴലിനെ മൂടിയപ്പോൾ. ഉറ്റവർ ദൂരേക്കു മാഞ്ഞുപോയി, ഭയത്തിൻ നിഴലിനെ മൂടിയപ്പോൾ. ഹൃദയം നുറുങ്ങി ഞാൻ കരഞ്ഞൊരു നേരം, ആശ്വാസമായി താതനരികിൽ വന്നു. ഹൃദയം നുറുങ്ങി ഞാൻ കരഞ്ഞൊരു നേരം, ആശ്വാസമായി താതനരികിൽ വന്നു. പരിശുദ്ധനേ, നീയെ ദൈവത്തിൻ്റെ ഏകപുത്രൻ, പരിശുദ്ധനേ. നീയെ ദൈവത്തിൻ്റെ ഏകപുത്രൻ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ നൽകി നീ നടത്തിയതോർത്തിടുമ്പോൾ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ നൽകി നീ നടത്തിയതോർത്തിടുമ്പോൾ. നന്ദിയാൽ നിറയുന്നു എൻ ഹൃദയം, യാഗമായേകുന്നു നിൻ സന്നിധേ. നന്ദിയാൽ നിറയുന്നു എൻ ഹൃദയം, യാഗമായേകുന്നു നിൻ സന്നിധേ. പരിശുദ്ധനേ, നീയെ ദൈവത്തിൻ്റെ ഏകപുത്രൻ, പരിശുദ്ധനേ. നീയെ